നവകേരള സദസ്സിന്റെ പൊള്ളത്തരം ഒടുവിൽ സഖാക്കൾ തന്നെ ഏറ്റുപറഞ്ഞിരിക്കുന്നു. കോടികൾ ചെലവിട്ട് നടത്തിയ പ്രഹസനം CPM-ന്റെ മുഖത്ത് കരിവാരി തെച്ച പോലെയായി. ഇതൊക്കെ അന്നേ കേരളത്തിലെ പൊതുജനം പറഞ്ഞതായിരുന്നു. പക്ഷേ അതൊക്കെ വലതുപക്ഷ ഗൂഢാലോചന എന്ന് പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു ഇരട്ടച്ചങ്കനും വൈരുദ്ധ്യാത്മക അപ്പം വിൽപ്പനക്കാരനുമൊക്കെ. ഇപ്പോഴിതാ നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയം എന്ന് CPM പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ പ്രതിനിധികൾ തന്നെ വിമർശിച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പാണ് സർക്കാരിന് കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കുന്നത് എന്നുകൂടി ആക്ഷേപമുയരുമ്പോൾ ഇരട്ടച്ചങ്കനും തിരുവാതിര സംഘവും കണ്ടം വഴി ഓടുകയാണ്. 3 തവണ തുടർച്ചയായി 3-ാം സ്ഥാനത്തേക്ക് പോയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ CPM നിർജീവമാണ് എന്ന ഏരിയ സമ്മേളനത്തിൽ വിമർശനമുണ്ടായിരിക്കുന്നു. നിലവിലെ രീതി പിന്തുടർന്നാൽ അടുത്ത കാലത്തൊന്നും മണ്ഡലം CPM-ന് തിരികെ പിടിക്കാനാവില്ല എന്നും പ്രതിനിധികൾ പറയുകയുണ്ടായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് NN കൃഷ്ണദാസിന്റെ പരാമർശങ്ങൾ പലതും പാർട്ടിക്കെതിരായി എന്നും പ്രതിനിധികൾ വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് സമയത്ത് ഏരിയ കമ്മിറ്റി അംഗം ഷുക്കൂർ നടത്തിയ അപ്രതീക്ഷിത നീക്കം തിരിച്ചടിയായി എന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. അതിനിടെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി CPI-യും രംഗത്തെത്തി. ജില്ലാ കൗൺസിൽ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് കടുത്ത വിമർശനങ്ങൾ. CPM നേതാക്കളുടെ പരസ്പര വിരുദ്ധ നിലപാടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും തോൽവിയിലേക്ക് നയിച്ചു എന്നാണ് വിമർശനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തന്നെ ആശയക്കുഴപ്പങ്ങളുണ്ടായി. മുന്നണിയിൽ ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും ഇതിന് മണ്ഡലത്തിലെ CPM-ന്റെ സംഘടനാ ദൗർബല്യം കാരണമായി എന്നുമൊക്കെയാണ് വിമർശനം. തിരഞ്ഞെടുപ്പ് സമയത്ത് പല കാര്യങ്ങളും ഘടകകക്ഷികൾ അറിഞ്ഞത് നടന്നു കഴിഞ്ഞ് ശേഷമാണെന്നും റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രി പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശം ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കി. പിണറായി വിജയൻ 2 ദിവസം മണ്ഡലത്തിലെത്തിയെങ്കിലും കാര്യമായ ഒരാവേശവും ഉണ്ടാക്കിയില്ല. തിരഞ്ഞെടുപ്പ് സമയത്തെ നേതാക്കളുടെ വാക്കുകൾ നിയന്ത്രിക്കാൻ മുന്നണി നേതൃത്വത്തിനായതുമില്ല. ട്രോളി വിവാദവും പാതിരാ റെയ്ഡും പത്രപ്പരസ്യ വിവാദവും തിരിച്ചടിക്ക് കാരണമായി. വിവാദങ്ങളെല്ലാം UDF-ന് ഒരുമിക്കാനുള്ള അവസരമാണ് ഒരുക്കിയത്. വിവാദങ്ങൾ കാരണം സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്.